ഗായ്സ് വെൽക്കം ടു റിയൽ VAM. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കാപ്പിപ്പൊടിയും പിന്നെ അതുപോലെ തന്നെ എല്ലാവരുടെ വീട്ടിലും ഈസി അവൈലബിൾ ആയിട്ടുള്ള രണ്ട് മൂന്ന് ഇൻഗ്രീഡിയൻസും കൂടി ഉപയോഗിച്ച് ഒരു ഫേസ് സ്ക്രബും ഒരു ഫേസ് പാക്കും ആണ്. ഇതൊരു ഫേഷ്യൽ പോലെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഫേസിലുള്ള ടാൻ ഒക്കെ മാറ്റി ഒരു നല്ല ഗ്ലോ തരാൻ സഹായിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഒട്ടും തന്നെ വൈകാതെ നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് സ്ക്രബ് പ്രിപ്പയർ ചെയ്യാം. 1 ടീസ്പൂൺ കാപ്പിപ്പൊടി, ഈക്വൽ പ്രപ്പോർഷനിൽ തന്നെ പഞ്ചസാരയും 2-3 തുള്ളി ലൈം ജ്യൂസും പിന്നെ ആവശ്യത്തിന് അത് മിക്സ് ചെയ്യാനുള്ള റോസ് വാട്ടറാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പ്ലെയിൻ വാട്ടർ യൂസ് ചെയ്യാം, പക്ഷേ കുറച്ചും കൂടി നല്ലത് റോസ് വാട്ടറാണ്. എന്നിട്ട് 5 മിനിറ്റ് നമുക്ക് അങ്ങനെ തന്നെ വെക്കാം. അപ്പോൾ ഈ പഞ്ചസാരയൊക്കെ ഒന്ന് അലിഞ്ഞ് മുഖത്ത് പുരട്ടാനുള്ള പാകത്തിനാകും. ഇപ്പം ഞാൻ എടുത്തേക്കുന്നതിൽ വെള്ളം കൂടി പോയിട്ടുണ്ട്. അപ്പം നിങ്ങൾ ആ കൺസിസ്റ്റൻസി അനുസരിച്ച് മിക്സ് ചെയ്തെടുക്കുക. ഫേസൊക്കെ നല്ല ക്ലീൻ ആയിരിക്കണം. പിന്നെ നമ്മൾ സ്ക്രബ് അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ ചെറിയൊരു നനവ് നമ്മളുടെ ഫേസിൽ വേണം. അതിന് പിന്നെയും ഞാൻ റോസ് വാട്ടർ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. എന്നിട്ട് ആ സ്ക്രബ് നമുക്ക് ഫേസിലെ നെക്കിൽ ഒന്ന് കംപ്ലീറ്റ്ലി അപ്ലൈ ചെയ്ത് കൊടുക്കാം. നമ്മൾ ആഴ്ചയിൽ 1-2 അല്ലെങ്കിൽ 3 സാധാരണ 1-2 തവണ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഈ സ്ക്രബ് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ്. കാരണം നമ്മുടെ സ്കിന്നിലുള്ള ഡെഡ് സെൽസ് ഒക്കെ റിമൂവ് ചെയ്യാനും ക്ലോഗ്ഡ് ആയിട്ടുള്ള പോഴ്സിൽ നിന്ന് ഡേർട്ടൊക്കെ പോവാനും അതുപോലെ നമ്മുടെ സ്കിന്നിൻ്റെ ടെക്സ്ചർ ഇമ്പ്രൂവ് ചെയ്യാനും അതുപോലെ ബ്രൈറ്റൺ ആക്കാനും നമ്മുടെ സ്കിൻ ടെക്സ്ചർ അല്ലെങ്കിൽ കോംപ്ലക്ഷൻ ഒന്ന് ബ്രൈറ്റൻ ചെയ്യാനും ഒക്കെ സ്ക്രബ് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമ്മുടെ സ്ക്രബ് ഫേസിലും നെക്കിലും ഒക്കെ കംപ്ലീറ്റ്ലി അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്ക് അപ്വേർഡ് ഡയറക്ഷനിൽ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ സ്ക്രബ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ സ്ക്രബ് ചെയ്യുമ്പം നമ്മളുടെ തന്നെ സ്കിന്നാണെന്നുള്ള ഒരു ഇത് വേണം, ഒരു കരുതൽ വേണം. അപ്പോൾ അതനുസരിച്ച് പതുക്കെ എന്നാൽ നല്ല എഫക്റ്റീവായിട്ട് നമ്മൾ മസാജ് ചെയ്യുക. നമ്മൾ നോസിൻ്റെയും അതുപോലെ താടിയുടെയും നെറ്റിയിലും എല്ലായിടത്തും നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് ഒരു 2-3 മിനിറ്റ്സ് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് പ്ലെയിൻ വാട്ടറിൽ മുഖം നന്നായിട്ട് വാഷ് ചെയ്ത് ഒരു ടവൽ കൊണ്ട് ഉരയ്ക്കരുത്, ഒപ്പി കൊടുക്കാം. ഇനി നമുക്ക് ഫേസ് പാക്ക് പ്രിപ്പയർ ചെയ്യാം. അതിന് പിന്നെ ഞാൻ കാപ്പിപ്പൊടി തന്നെയാണ് എടുക്കുന്നത്. പിന്നെ 1 ടീസ്പൂൺ തന്നെ കടലമാവാണ് എടുക്കുന്നത്. കടലമാവില്ലെങ്കിൽ അരിപ്പൊടി എടുക്കാവുന്നതാണ്. മിക്സ് ചെയ്യാൻ തൈരാണ് എടുക്കുന്നത്. തൈരില്ലെങ്കിൽ പ്ലെയിൻ വാട്ടർ ആണെങ്കിലും കുഴപ്പമില്ല. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ പ്രിപ്പയർ ചെയ്ത പാക്ക് നമുക്ക് ഫേസിലും നെക്കിലും ഒക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്വേർഡ് ഡയറക്ഷനിൽ ചെറുതായിട്ടൊന്ന് മസാജ് ചെയ്ത് നമുക്ക് അപ്ലൈ ചെയ്യാം. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ കണ്ണിൻ്റെ ആ ഒരു ഏരിയ നല്ല സെൻസിറ്റീവ് ആയതുകൊണ്ട് ഈ പാക്ക് നമുക്ക് അവിടെ അപ്ലൈ ചെയ്യേണ്ട. ബാക്കി കംപ്ലീറ്റ് ഫേസിലും നെക്കിലും ഒക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ബാക്കി വന്ന പാക്ക് ഞാൻ വേസ്റ്റ് ചെയ്യാതെ കയ്യിലും അപ്ലൈ ചെയ്ത് കൊടുക്കും. ഇനി ഒരു 10-15 മിനിറ്റ്സ് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഇതേ പാക്ക് നമ്മുടെ ഡ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ പിന്നെയും ഞാൻ റോസ് വാട്ടർ തന്നെ എടുത്തിട്ട് അത് കയ്യിലാക്കി അത് വെച്ച് ഫേസിൽ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. ഒരു 1-2 മിനിറ്റ്സ് നന്നായിട്ട് മസാജ് ചെയ്യുക. ശേഷം പിന്നെയും പ്ലെയിൻ വാട്ടറിൽ തന്നെ നന്നായിട്ട് വാഷ് ചെയ്യുക ഫേസ്. എന്നിട്ട് ഒരു ടവൽ കൊണ്ട് പിന്നെയും പാട്രൈ ചെയ്ത് കൊടുക്കുക. പിന്നെയും നമ്മൾ നമ്മുടെ ഫേസിനെ പ്രൊട്ടക്റ്റ് ചെയ്യണമല്ലോ, അതുകൊണ്ട് അതേ റോസ് വാട്ടർ തന്നെ ഞാൻ ടോണറായിട്ട് അപ്ലൈ ചെയ്യുന്നുണ്ട്. പിന്നെ പോൺസിൻ്റെ മോയ്സ്ചറൈസറാണ്. ഇതെനിക്ക് അടിപൊളിയായിട്ട് തോന്നിയിട്ടുള്ള മോയ്സ്ചറൈസറാണ്. രാവിലെയാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ മസ്റ്റായിട്ടും സൺസ്ക്രീൻ യൂസ് ചെയ്യാൻ മറക്കല്ലേ. ഇതാണ് നമ്മളുടെ DIY സ്കിൻ കെയർ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യൂ. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കൂ. ഇനി എൻ്റെ വീഡിയോസ് കാണാനായി എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.